ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ആ കുരിശ് മരണത്തില് വിശ്വസിച്ച് കുരിശിന്റെ വഴി നടത്തുന്ന നമ്മൾ എന്തു വേണം? നമ്മെ തന്നെ പരിത്യജിക്കണം. കുരിശിന്റെ വഴി നടത്തുന്നത് പോലും, ചില ആളുകൾ കുരിശിന്റെ വഴി നടത്തുന്നത് പോലും എന്റെ നിയോഗം പൂർത്തിയാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കുരിശിന്റെ വഴി നടത്തുമ്പോഴും നമുക്ക് നമ്മുടേതായ ചില നിയോഗങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലാതെ കർത്താവിന്റെ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നീ കുരിശിന്റെ വഴി നടത്ത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഇന്നലെ മംഗളവാർത്ത തിരുനാളായിരുന്നു. ഏത് തിരുനാള്? നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടോ? ഏത് വാക്ക്? മംഗളം എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ട്. എന്താണ് മംഗളം എന്ന് പറഞ്ഞാൽ? നല്ലത് എന്നാണ് അർത്ഥം. മംഗളം ഭവിക്കട്ടെ അല്ലേ വത്സല, മംഗളം ഭവിക്കട്ടെ അല്ലേ? എന്താണ് മംഗളം? മാതാവിന് മംഗളം ഭവിച്ചത് എങ്ങനെയാണ്? ഭർത്താവ് അറിയാതെ ഗർഭിണിയായി, അതാണ് മംഗളം ഭവിക്കട്ടെ എന്ന് പറയുന്നത്. അതാണോ? അത് ലോകത്തിന്റെ കണ്ണിൽ അതൊരു മംഗളമാണോ? ആണോ? അല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് മംഗളം? ദൈവത്തിന്റെ ഹിതം, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണോ അതാണ് മംഗളം. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെയാണ് മംഗളവാർത്ത എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ, ഈശോയേ. അമ്മ ത്രേസ്യയെ കുറിച്ച് മംഗളം എന്തായിരുന്നു? അമ്മ ത്രേസ്യ അവളുടെ 67-ാമത്തെ വയസ്സിൽ ഒരു യൂട്രൈൻ ക്യാൻസർ വന്ന് മരിക്കുക എന്നത് അമ്മ ത്രേസ്യയെ സംബന്ധിച്ച് ഒരു മംഗളമായ കാര്യമാണ്, മംഗളവാർത്തയാണ്. ലോകത്തിന്റെ കണ്ണിൽ ഒരു ക്യാൻസർ വന്ന് മരിക്കുക എന്ന് പറയുന്നത് മംഗളവാർത്തയാണോ? അല്ല. പക്ഷെ അതാണ് എന്നെ കുറിച്ചുള്ള ദൈവഹിതം. അതുകൊണ്ട് അമ്മ ത്രേസ്യ 67-ാമത്തെ വയസ്സില്, അന്ന് ഈ ക്യാൻസർ ടെസ്റ്റ് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട്, ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് തന്നെ ഇല്ലാതിരുന്നതുകൊണ്ട്, ഇന്ന് അതിനെക്കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാര് പറയുന്നത് അമ്മ ത്രേസ്യയ്ക്ക് എ കൈൻഡ് ഓഫ് യുട്രൈൻ ആൻഡ് ഓർ ഒവേറിയൻ ക്യാൻസർ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ ക്യാൻസർ വന്ന് മരിക്കുക എന്നത് അമ്മ ത്രേസ്യയെ കുറിച്ച് മംഗളവാർത്തയാണ്, മംഗളമാണ്. കാരണം അത്